വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. റിപ്പോർട്ടർ ബിഗ് പൊളിറ്റിക്കൽ ബ്രേക്കിംഗ്. കണ്ണൂർ കോൺഗ്രസിൽ വീണ്ടും പൊട്ടിത്തെറി. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെതിരെ ആഞ്ഞടിച്ച് കെ സുധാകരന്റെ വിശ്വസ്തനും ന്യൂനപക്ഷ കോൺഗ്രസിന്റെ മുൻ ജില്ലാ പ്രസിഡന്റുമായ KR അബ്ദുൽ ഖാദർ. കെ സുധാകരനെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ ആസൂത്രിത ഗൂഢാലോചന നടത്തിയത് സണ്ണി ജോസഫ് എന്നാണ് ആരോപണം. ചർച്ചയ്ക്കു വേണ്ടി ദില്ലിയിൽ കൊണ്ടുപോയി നാണം കെടുത്തി. KPCCക്ക് നൽകിയ കത്ത് വ്യാജമാണെങ്കിൽ അത് തെളിയിക്കണമെന്നും അബ്ദുൽ ഖാദർ പറഞ്ഞു. വിളിക്കാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ സുധാരേട്ടനെതിരെ ലെറ്റർ കൊടുത്തിട്ടില്ല എന്ന് സണ്ണി വക്കീൽ പറയുന്നുണ്ട്. പക്ഷെ അത് ഒരു കാരണവശാലും അത് വ്യാജമല്ല എന്ന് സുധാരേട്ടനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് സുധാരേട്ടൻ പറയുന്നതാണ് വിശ്വാസം. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് മുതൽ സുധാരേട്ടൻ പറഞ്ഞു ഞാൻ പാർലമെൻറ്റിലേക്ക് മത്സരിക്കാനില്ല, ഞാൻ നിയമസഭയിൽ നിന്നുകൊള്ളാമെന്നും ഒരു കാരണവശാലും പാർലമെൻറ്റിൽ മത്സരിക്കില്ല എന്നും സുധാരേട്ടൻ പറഞ്ഞതും, അതുപോലെ തന്നെ നമ്മുടെ AICCയുടെ നിരീക്ഷകനായിട്ട് വന്ന ദീപാദാസ് മുൻഷിയും അതുപോലെ തന്നെ നമ്മുടെ കനകോലുവും കൊടുത്തിരിക്കുന്നത് കണ്ണൂർ മത്സരിക്കാൻ VP റഷീദിൻ്റെ പേരായിരുന്നു. അപ്പോൾ VP റഷീദിൻ്റെ പേര് വന്നത് മുതലേ സുധാകരേട്ടൻ തന്നെ മത്സരിക്കണമെന്ന് ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് കേരളത്തിലെ സുധാകരേട്ടൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ ടീം ലീഡർ സണ്ണി വക്കീലായിരുന്നു. സണ്ണി വക്കീൽ ഒരു നിലക്കും സുധാകരേട്ടനെ മാറാൻ വിടാത്ത രീതിയിലാണ് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ സുധാകരേട്ടനെ മത്സരിപ്പിച്ചത്. അന്ന് സുധാകരേട്ടന് സുഖയിലായിരുന്നു, കുറച്ച് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞ സമയമായിരുന്നു. ഇന്നത്തെ പോലെ അത്ര ഉഷാറുണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹം കുറച്ച് റെസ്റ്റ് വേണം, KPCC പ്രസിഡന്റ് സ്ഥാനം വെച്ച് ഞാൻ എല്ലാ സ്ഥലത്തും പോയിക്കോളാം, എനിക്ക് മത്സരിക്കേണ്ട, എനിക്ക് കേരള രാഷ്ട്രീയം മതി എന്ന് പറഞ്ഞ് സുധാകരേട്ടനെ നിർബന്ധിച്ച് കരുതിക്കൂട്ടി അദ്ദേഹത്തിനെ ശരിക്കും കൊല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കഴിഞ്ഞ ഇലക്ഷനിൽ അദ്ദേഹത്തിനെ മത്സരിപ്പിച്ചത്. വളരെ അവശനായിരുന്നു അദ്ദേഹം ആ ഇലക്ഷൻ്റെ സമയത്ത്, ഇന്നത്തെ പോലെ ആയിരുന്നില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന പറഞ്ഞാൽ ഒരു ആസൂത്രിതമായ ഒരു ശ്രമം സുധാകരേട്ടനെ ഇല്ലാതാക്കാൻ, രാഷ്ട്രീയപരമായി ഇല്ലാതാക്കാൻ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് ഈ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ഒരു ചേഞ്ചിങ്ങിൻ്റെ ഇഷ്യൂസ് വരുന്ന സമയത്ത് സണ്ണി വക്കീലിൻ്റെ പേര് ചിത്രത്തിലേ ഉണ്ടായിരുന്നില്ല. ഒരു പെട്ടെന്നുള്ളൊരു സുപ്രഭാതത്തിലാണ് സണ്ണി വക്കീൽ KPCC പ്രസിഡന്റ് എന്ന ലെറ്റർ സുധാകരേട്ടൻ്റെ കയ്യിൽ കിട്ടുന്നത്. മലപ്പട്ടം ഗാന്ധി സ്തൂപം ഇഷ്യൂ നടന്ന് മലപ്പട്ടത്ത് സുധാകരേട്ടൻ ആ ഗാന്ധി സ്തൂപത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോണിലേക്ക് സണ്ണി വക്കീൽ KPCC പ്രസിഡന്റായി എന്നുള്ള ന്യൂസ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ കാര്യം സുധാകരേട്ടൻ KPCC പ്രസിഡന്റ് നിന്ന് മാറ്റി നിർത്തപ്പെടലോടുകൂടി VP റഷീദിനെ കണ്ണൂർ പാർലമെൻറ്റിൽ VP റഷീദ് എന്നല്ല മുസ്ലിം സമുദായത്തിലെ ഒരാളും ഒരു കണ്ണൂരെ ലീഡർഷിപ്പിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഗൂഢാലോചന അതിന് മുന്നേ ഉണ്ട്. കെ സുധാകരനെ വിശ്വസിച്ചായിരുന്നു കണ്ണൂരെ മുസ്ലിം സമുദായം കോൺഗ്രസിൻ്റെ കൂടെ നിന്നിരുന്നത്, ഒരു വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ലീഡർ എന്ന രീതിയിൽ. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഫർസി മജീദ് ആയാലും അതുപോലെ തന്നെ VP റഷീദ് ആയാലും മത്സരിക്കാൻ പറ്റുന്ന, വിജയിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലത്തിലും ഒരാൾക്കും കൊടുത്തിട്ടില്ല. VP റഷീദ് തളിപ്പറമ്പിലായിരുന്നു ജയിച്ചേനെ. അപ്പോൾ അദ്ദേഹത്തിന് ബോധപൂർവം ധർമ്മടത്തേക്ക് മാറ്റി. അതുപോലെ തന്നെ കണ്ണൂർ കൊടുക്കായിരുന്നു റഷീദിന്, എന്നിട്ട് കണ്ണൂർ കൊടുത്തില്ല. ഇനിവേ അവസാന ഘട്ടം വരെ ഫൈനലി ഒരു ഞങ്ങൾ വെയിറ്റിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു പോസ്റ്റ്. ഇപ്പം മുന്നേ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്, KSUവിൻ്റെ പ്രസിഡന്റ്, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പം MLA AD മുസ്തഫ, ഇങ്ങനെയൊക്കെ സമുദായത്തിനായിരുന്നു. പക്ഷേ മുസ്ലിം സമുദായത്തിന് ഞാൻ ഉൾപ്പെടെയുള്ളവരെ ഒന്നെങ്കിൽ കേസിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ രക്തസാക്ഷിയാക്കുക, ഇല്ലെങ്കിൽ അവരെ പൈസയും വോട്ടും വാങ്ങി ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് ആക്കുന്ന ഒരു കാലഘട്ടം കുറേ കാലമായി സണ്ണി വക്കീൽ പിന്നിൽ നിന്ന് കളിക്കുന്നത്. കെ സുധാകരനെതിരെ ഈ ലെറ്റർ കൊടുക്കലോടുകൂടി, അത് വെളിച്ചത്ത് വരലോടുകൂടി പൂർണ്ണമായും ബോധ്യമായിട്ടുണ്ട്. ഇതിനുള്ള പ്രതിഷേധം എന്ത് തന്നെ ആയാലും പേരാവൂർ മുസ്ലിം സമുദായം KPCC കത്ത് വ്യാജമാണെങ്കിൽ അത് തെളിയിക്കണമെന്നും അബ്ദുൽ ഖാദർ പറഞ്ഞു. ഇന്ന് 11 മണിക്ക് കണ്ണൂരിൽ വാർത്താ സമ്മേളനം നടത്തുമെന്നാണ് KR അബ്ദുൽ ഖാദറിന്റെ പ്രഖ്യാപനം. കത്ത് വിവാദത്തെ തുടർന്ന് കെ സുധാകരന്റെ വിശ്വസ്തനായ തിരുവനന്തപുരം DCC അംഗം സുഹൈൽ ഷാജഹാൻ ഇന്നലെ രാജിവെച്ചിരുന്നു. അർജുൻ കല്യാട് കണ്ണൂരിൽ നിന്നും RO ഷിവാൽ തിരുവനന്തപുരത്ത് നിന്നും തത്സമയം ചേരും. ആദ്യം അർജുൻ കല്യാടിലേക്ക്. അർജുൻ കല്യാട്, അബ്ദുൽ ഖാദർ കെ സുധാകരന്റെ വലങ്കയായിരുന്നു, ന്യൂനപക്ഷ കോൺഗ്രസിന്റെ പഴയ ജില്ലാ പ്രസിഡന്റായിരുന്നു. അബ്ദുൽ ഖാദർ പൊട്ടിത്തെറിക്കുന്നത് ഈ സണ്ണി വക്കീലും പ്രതിപക്ഷ നേതാവും ചേർന്ന് നടത്തിയ ഒരു നാടകമാണ് കെ സുധാകരന്റെ കാര്യത്തിൽ സംഭവിച്ചതെന്നും കെ സുധാകരനെ ഇരുവരും ചേർന്ന് പറ്റിക്കുകയായിരുന്നുവെന്നുമാണോ സണ്ണി വക്കീലിനെതിരെ ആഞ്ഞടിക്കുന്നുണ്ടല്ലോ അബ്ദുൽ ഖാദർ? എന്താണ് കണ്ണൂരിൽ കോൺഗ്രസിൽ സംഭവിക്കുന്നത്? തെരഞ്ഞെടുപ്പിന് 24 മണിക്കൂർ മാത്രം ബാക്കി നിൽക്കെ അർജുൻ കല്യാൺ. ഡോക്ടർ, തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂറുകളിലാണ് ഇത്തരമൊരു വലിയ പൊട്ടിത്തെറിയിലേക്ക് കണ്ണൂർ കോൺഗ്രസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. KR അബ്ദുൽ ഖാദർ ഇപ്പോൾ തുറന്നടിക്കുകയാണ്, ആഞ്ഞടിക്കുകയാണ്. സണ്ണി ജോസഫിനെതിരെ പ്രതികാരം ചെയ്യും, സുധാകരനെ ആസൂത്രിതമായി ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തിയിട്ടുള്ള സണ്ണി ജോസഫിനെതിരെ പേരാവൂരിൽ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളതാണ് KR അബ്ദുൽ ഖാദർ വ്യക്തമാക്കുന്നത്. അദ്ദേഹം പറയുന്നത് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ കെ സുധാകരന് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. KPCC അധ്യക്ഷ പദവിയിലിരിക്കെ ഇങ്ങനെ ഒരു മത്സരം നടത്താൻ വേണ്ടി
വേണ്ടി കെ സുധാകരൻ ആദ്യഘട്ടം മുതൽ തന്നെ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല. അദ്ദേഹം പറഞ്ഞിരുന്നത് ലോക്സഭാ മത്സരത്തിൽ നിന്ന് താൻ മാറി നിന്ന് അവിടെ VP അബ്ദുൾ റഷീദ്, ഇപ്പോൾ ധർമ്മടത്ത് മത്സരിക്കുന്ന UDFന്റെ സ്ഥാനാർത്ഥി VP അബ്ദുൾ റഷീദ് കണ്ണൂരിൽ ലോക്സഭയിൽ മത്സരിക്കട്ടെ എന്ന നിലപാടായിരുന്നു കെ സുധാകരൻ സ്വീകരിച്ചിരുന്നത്. പക്ഷേ കെ സുധാകരനെ നിർബന്ധിപ്പിച്ച് അവിടെ ആസൂത്രിതമായി ഗൂഢാലോചന നടത്തി അവിടെ കെ സുധാകരനെ മത്സരിപ്പിക്കുകയായിരുന്നു. അതിനുശേഷം ആ ഘട്ടങ്ങളിലെല്ലാം തന്നെ കെ സുധാകരനോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഇത്തരത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തീർച്ചയായും കണ്ണൂരിലേക്ക്, അതായത് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കോൺഗ്രസിന്റെ നേതൃനിരയിൽ നിന്നുണ്ടാകുമെന്നുള്ള ഉറപ്പായിരുന്നു കെ സുധാകരൻ നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഉറപ്പുകളൊന്നും തന്നെ പാലിച്ചിട്ടില്ല. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവസാന ഘട്ടം വരെയും ഈ പറയുന്ന ഒരു ധാരണയിലേക്ക്, അതായത് നിയമസഭയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി കഴിയും എന്നുള്ള ഒരു ധാരണയിലേക്ക് സുധാകരനെ വിശ്വസിപ്പിച്ചു. അങ്ങനെ സുധാകരനെ വിശ്വസിപ്പിച്ച് കൂടെ നടന്ന് വഞ്ചിക്കുകയായിരുന്നു. ചതി, ആ ചതി തന്നെയാണ് എന്നുള്ള വാക്ക് തന്നെയാണ് KR അബ്ദുൾ ഖാദർ ഉപയോഗിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് കണ്ണൂരിൽ കോൺഗ്രസ് വീണ്ടും എത്തിച്ചേരുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അവസാന മണിക്കൂറുകളിലാണെന്നുള്ളത് നമ്മൾ പ്രത്യേകമായി ഓർക്കേണ്ടതാണ്. ഈ സമയത്ത് ഇന്നലെയാണ് തിരുവനന്തപുരത്ത് സുധാകരനെ അടുത്ത വിശ്വസ്തനായിട്ടുള്ള സുഹൈൽ അർജുൻ കല്യാട് അബ്ദുൾ ഖാദർ പറയുന്ന ഈ പ്രസ്താവന, പ്രത്യേകിച്ച് പേരാവൂരിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മത്സരിക്കുന്നു. കെ സുധാകരന് കരുത്തുള്ള മണ്ഡലം കൂടിയാണ് പേരാവൂർ. തീർച്ചയായിട്ടും കണ്ണൂരിൽ എത്രമാത്രം കരുത്തനാണ്, അതായത് കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ എത്രമാത്രം കരുത്തനാണോ കെ സുധാകരൻ, അത്ര തന്നെ കരുത്തും അതുപോലെ തന്നെ ആൾബലവും അംഗബലവും ഒക്കെയുള്ള സുധാകരന്റെ വലിയ രീതിയിൽ സ്വാധീനമുള്ള ഒരു മണ്ഡലം തന്നെയാണ് പേരാവൂർ അസംബ്ലി മണ്ഡലം. ആ അസംബ്ലി മണ്ഡലത്തിലും കൃത്യമായ രീതിയിൽ പ്രതികാരം ചെയ്യും എന്നുള്ളതാണ് സുധാകരന്റെ ഏറ്റവും അടുത്ത കണ്ണൂരിലെ വിശ്വസ്തനായിട്ടുള്ള KR അബ്ദുൾ ഖാദർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് സണ്ണി ജോസഫാണ് കെ സുധാകരനെ നിയമസഭയിൽ മത്സരിപ്പിക്കുന്നതിന് തടസ്സം നിന്നത് എന്നുള്ളതാണ് ഈ കത്ത് പുറത്തു വന്നതോടുകൂടി വ്യക്തമായത്. ആ കത്ത് ഒറിജിനലാണ്, അത് വ്യാജമാണെങ്കിൽ തെളിയിക്കേണ്ടുന്ന ഉത്തരവാദിത്വം സണ്ണി ജോസഫിനാണ്. തെരഞ്ഞെടുപ്പിന്റെ 2 ദിവസം മാത്രം നിലനിൽക്കെ അവിടെ ഈ കത്ത് വ്യാജമാണെന്ന് പറഞ്ഞ് പരാതി നൽകിയിട്ടുണ്ട് എന്ന ഒരു പത്രപ്രസ്താവനയിലൂടെ മാത്രം അതിനെ നിസാരവൽക്കരിക്കാൻ വേണ്ടി കഴിയില്ല. അങ്ങനെ ഈ കത്ത് വ്യാജമാണെങ്കിൽ അത് തെളിയിക്കാനുള്ള ബാധ്യത, ഉത്തരവാദിത്തമൊക്കെ സണ്ണി ജോസഫിനുണ്ട് എന്നുള്ളതാണ് KR അബ്ദുൾ ഖാദർ വ്യക്തമാക്കുന്നത്. ഏത് പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയത്, ഏത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റെസീറ്റ് ഉൾപ്പെടെ പുറത്തേക്ക് വിടാൻ സണ്ണി ജോസഫ് തയ്യാറാവണം. ഈ കത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയിട്ടുള്ള പരാതിയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടാൻ കൂടി തയ്യാറാവണമെന്നുള്ള ഒരു വെല്ലുവിളി കൂടി, ഒരു മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ KR അബ്ദുൾ ഖാദർ നടത്തുന്നുണ്ട്. ഡോക്ടർ, വളരെ പ്രധാനപ്പെട്ട പ്രതികരണമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ബിഗ് പൊളിറ്റിക്കൽ ബ്രേക്കിംഗ്. കെ സുധാകരന്റെ വിശ്വസ്തനും ന്യൂനപക്ഷ കോൺഗ്രസിന്റെ മുൻ പ്രസിഡന്റുമായ അബ്ദുൾ ഖാദർ തുറന്നടിക്കുകയാണ്. സണ്ണി ജോസഫിനെതിരെ പ്രതികാരം ചെയ്യും പേരാവൂരിൽ എന്നുള്ളത്.